ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതൊരു വൈകുന്നേരം 6 മണി വരെയുള്ള വീഡിയോ ആണ് കേട്ടോ, ഫുള്ളില്ല. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഞാൻ അടുക്കള ചെന്നപ്പോൾ അമ്മ പുട്ടിന് മാവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി ഇരിപ്പുണ്ടായിരുന്നു, അതിന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ച്. പാലാണെങ്കിൽ അമ്മ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റിയത് അമ്മാളൂൻ്റെ പാലാണ് കേട്ടോ. അമ്മാളൂന് പാല് നമ്മൾ എന്നും കൊടുക്കാറില്ല, ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ പാല് കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ടാണ്. ചായ മാറ്റി എനിക്കുള്ളത് മാറ്റിയിട്ട് ഏട്ടന് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഞാനും ഏട്ടനും മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. അമ്മ ചായ കുടിക്കില്ല, ഈ കവർ പാലിൻ്റെ ചായ അമ്മ കുടിക്കാറില്ല. അപ്പം എനിക്കും മാറ്റിയിട്ട് ഏട്ടന് പഞ്ചസാരയൊക്കെ ഇട്ട് മാറ്റി അമ്മാളിനും പാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. പക്ഷേ ആരും എണീറ്റിട്ടില്ല, സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഞാൻ. അത് കഴിഞ്ഞിട്ട് കറി ഒന്ന് റെഡിയായി സെറ്റായി ഒന്ന് കുറുകി വരണം വരെ നമ്മൾ ചൂടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടാണെങ്കിൽ നമ്മളെന്ത് മുട്ട അവിക്കുന്നെന്നാണ് ഞാനൊക്കെ പറയുന്നത്. പുഴുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആ കുടത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. അത് കഴിഞ്ഞ് ഞാൻ ഇവളെ ഉണർത്താൻ വേണ്ടി വന്നാൽ അങ്ങനെ ഇപ്പം തന്നെ ഏതാണ്ട് 10 മണിയായി, എന്നിട്ടും കുട്ടിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവൾക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ ജോലിക്ക് പോണ സമയം അവൾ രാവിലെ എണീക്കും. അതായത് ഞാൻ പോണതിന് മുമ്പേ എണീക്കും, എന്നെ തടസ്സപ്പെടുത്തും, എന്നെ ബുദ്ധിമുട്ടിക്കും, അവൾ നിർബന്ധം പിടിക്കും. എനിക്ക് സമയത്തിന് വരാൻ പറ്റില്ല. എനിക്ക് 7 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. പക്ഷേ 7 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ 6:40 എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സമയം 6:45, 6:50 ഒക്കെയാണ്. ആ സമയം എങ്ങനെ ഇവൾ മൈൻഡിൽ മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൾ എണീക്കും. പക്ഷേ അല്ലാത്ത ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം അവൾ എണീക്കണോ, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ നന്നായിട്ട് ഉറങ്ങിക്കോളും, സുഖമായിട്ട് ഉറങ്ങിക്കോളും. അങ്ങനെ ഞാൻ വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. അവളായിട്ട് എണീക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് എണീച്ച് വരും. പക്ഷേ ഞാൻ ചെന്ന് വിളിച്ചുണർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മുഖഭാവമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം കുറേ നേരം ഇങ്ങനെ നെഗറ്റീവായിരുന്നു, പിന്നെ കിടക്കും, വീണ്ടും എണീക്കും. അങ്ങനെ കുറേ നേരം ഒരു 10-20 മിനിറ്റ് ഞാൻ അങ്ങനെ അവളെടുത്തിരുന്നായിരുന്നു. അപ്പോൾ എണീച്ചായിരുന്നു. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇച്ചിരി സന്തോഷവും ഇത്തിരി ചിരിയൊക്കെ വന്നു മുഖത്ത്. പക്ഷേ എങ്കിലും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. വീണ്ടും കിടക്കും, വീണ്ടും എണീക്കും, വീണ്ടും കിടക്കും, പിന്നെ എന്നെ പറ്റിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ കുറേ നേരം കളിച്ച് എല്ലാം കഴിഞ്ഞ് സെറ്റായി. പിന്നെ ഇവളെ എണീപ്പിച്ചല്ലേ പല്ല് തേപ്പിച്ച് നമുക്ക് ഫുഡൊക്കെ കൊടുക്കണമല്ലോ. സമയം 10 മണി എന്തായാലും കഴിഞ്ഞു, 10-10:30 ആകാറായി. ഇനി നമ്മൾ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ശ്രമിച്ചു. അങ്ങനെ നല്ല കുട്ടിയായിട്ട് എണീറ്റ് അങ്ങനെ പല്ല് തേക്കാൻ പോയി. പല്ല് തേപ്പിക്കുന്നത് എനിക്ക് ചാൻസ് കുറവാണ്, പല്ല് തേപ്പിക്കാൻ കിട്ടുന്ന. ചേട്ടനാണ് കൂടുതലും പല്ല് തേക്കുന്നത്. കാരണം പല്ല് തേക്കുന്ന സമയത്ത് ഞാൻ ഈ ഞായറാഴ്ച അല്ലെങ്കിൽ എനിക്ക് വല്ല ഒഴിവ് ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീട്ടിൽ നിൽക്കാറുള്ളൂ ആ സമയത്ത്. അല്ലെങ്കിൽ ഏട്ടനാണ് പല്ല് തേപ്പിക്കുന്നത്. കുളിപ്പിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഏട്ടൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ ചേട്ടൻ കുളിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയതിന് ശേഷമാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് പോയതിന് ശേഷമാണ് അവളെ കുളിപ്പിക്കുന്നത്. അപ്പം പല്ല് തേപ്പിക്കുന്നതിനും ഇവൾക്ക് ഒരിതുണ്ടെന്ന് വെച്ചാൽ, ഇവളെ ഫോഴ്സ് ചെയ്ത് പല്ല് തേപ്പിക്കുന്നത് ഇവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതായത് അവൾ 2 കൈയും മാറ്റി ഞങ്ങൾ തേച്ച് തരാമെന്നുള്ള രീതിക്ക് തേക്കണമെങ്കിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവളുടെ കയ്യിൽ ബ്രഷ് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് തേച്ചാൽ അവൾ തേച്ചോളും. അവൾക്ക് അങ്ങനെ കരച്ചിലോ അങ്ങനെയൊന്നും കാണില്ല. പിന്നെ കാക്കയും പൂച്ചയും പട്ടിയും കോഴിയൊക്കെ കാണിച്ചു കൊടുക്കണം, എന്നാലും സാരമില്ലല്ലോ, പല്ല് തേച്ചാൽ മതി. പക്ഷേ ഏട്ടനാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ, ചേട്ടനായിട്ട് തേച്ച് കൊടുക്കും, വൃത്തിയാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനാണെങ്കിൽ അവൾക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് അവളെ കൂടെ നിന്നാണ് തേക്കുന്നത്. അങ്ങനെ ടങ് ക്ലീനർ പിടിച്ചതെന്നും അങ്ങനെ ടങ് ക്ലീനറൊക്കെ നേരെ പിടിച്ച് തേപ്പിച്ച് കുട്ടി എന്തായാലും നല്ല കുട്ടിയായി. പല്ലൊക്കെ തേച്ച് ബ്രഷൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മേലൊക്കെ കഴുകി, മുഖവും മേലൊക്കെ കഴുകി അങ്ങ് എടുത്തായിരുന്നു. കാരണം ഉറക്കം ആ ഒരു ഉറക്കച്ചടയൊക്കെ മാറി സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ കടല കുറച്ച് അവിച്ചത് കൊണ്ടായിരുന്നു. കടലക്കറിയും പുട്ടും കൂടിയാണ് കൊടുത്തത്, പാലും കൂടി. അങ്ങനെ പാല് കണ്ട ഇവൾ ആദ്യം പാലേ കുടിക്കുള്ളൂ. അതുകൊണ്ട് പാലൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം വാരി കൊടുത്ത് നോക്കി, രക്ഷയില്ല. പിന്നെ അങ്ങ് അവളകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താലും കഴിപ്പൊന്നുമില്ല, അങ്ങനെയൊക്കെ ആണ്. അങ്ങനെ കുറേ നേരം ഇരുന്ന് അവൾക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ച്, പിന്നെ ഏട്ടൻ കഴിച്ച്, എന്നിട്ടും കുട്ടി കഴിച്ച് തീരുന്നില്ല, അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കഴിക്കാനെടുത്ത് ഞാൻ മുട്ടയും കടലയും ചായയാണ് കേട്ടോ എടുത്തത്. കടല അവിച്ചതും മുട്ട പുഴുങ്ങിയതും ചായയും. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനും കഴിച്ച്, ഇത് പോകുന്നത് വിറവെടുക്കാനാണ് പോകുന്നത്. അവളെടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഏട്ടൻ വിറവെടുക്കാൻ പോവുകയാണ്. വിറവ് വേറൊരു സ്ഥലത്താണ് കിടക്കുന്നത്, അവിടെ നിന്നാണ് പോയി എടുക്കുന്നത്. അപ്പം അപ്പുറത്ത് കാശിയും കൂടെ കൊണ്ടാണ് ഏട്ടൻ വിറവെടുക്കാൻ പോയത്. അങ്ങനെ അവരങ്ങനെ പോയി. അമ്മാളൂനങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ.
രാവിലെ നമ്മൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരുപാട് സമയമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കണമെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം പെട്ടെന്ന് അങ്ങ് തീർന്നു പോണ പോലെ തോന്നും. അത് നമ്മൾ എണീക്കുന്നതിനോടുള്ള ഒരു വ്യത്യാസമാണ്. ഉച്ചയ്ക്കത്തെ കാര്യം, ഉച്ചയ്ക്കത്തേക്ക് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മീൻകറി വെച്ചില്ല. ഒരു തോരനും രസവും വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ മറ്റേ 180 രൂപ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോത്തങ്കോട് പോയപ്പോൾ വാങ്ങിച്ച ചോപ്പറാണ് കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ്. നല്ല ചോപ്പറാണ്. ഇങ്ങനെ നമ്മൾ സെറ്റായി കിട്ടി. ക്യാരറ്റാണ് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തത്. അത് നമുക്ക് സമയം നന്നായിട്ട് ലാഭിക്കാം. അല്ലെങ്കിൽ ഞാനൊക്കെ ക്യാരറ്റൊക്കെ കൊത്താനിരുന്നാൽ കുറച്ച് സമയം എടുക്കും. അങ്ങനെ അതൊക്കെ വയ്ക്കുന്നതിന് മുന്നേയായിട്ട് ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. എനിക്കിങ്ങനെ തുടച്ചിട്ടിട്ട് കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. കുക്ക് ചെയ്തിട്ട് തുടയ്ക്കണം, അത് തുടയ്ക്കണം. പക്ഷേ ഈ കുക്ക് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു നീറ്റ്നെസ് വേണം. അങ്ങനെ രസത്തിന് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടല്ല കാണുന്നത്, ഒരു വീഡിയോയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവളെ പിറകെ പോകാൻ വേണ്ടി കുറച്ച് വേണം. കാരണം അവിടുത്തെ അടുക്കളയിൽ നിന്ന് വല്ല ചട്ടി, കലം, പാട്ട എല്ലാം എടുത്തും കൊണ്ട് വെളിയിൽ കൊണ്ട് പോകുന്നുണ്ട്. ഇത് എവിടെ കൊണ്ട് പോകണമെന്നും എന്തിനു കൊണ്ട് പോകണമെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ കൊണ്ട് പോകും, തിരിച്ച് കൊണ്ട് വയ്ക്കും. പക്ഷേ കുട്ടിക്കൊരു ഗുഡ് ഹാബിറ്റ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവൾ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അത് എടുത്തെടുത്ത് തന്നെ കൊണ്ട് വയ്ക്കുക. അത് എങ്ങനെയാണ് അവൾ വയ്ക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ. അവൾ എടുക്കുന്ന സാധനം എങ്ങനെയാണോ ഇരുന്നത്, ചിലപ്പോൾ കമഴ്ന്ന് കിടന്ന സാധനമാണെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കും. ചിലപ്പം നമ്മളെ കൈയൊക്കെ തട്ടി കമഴ്ന്ന് കിടക്കണേ ആവാം, എങ്കിലും അവളത് കമഴ്ത്തി കൊണ്ടുവയ്ക്കും. എങ്ങനെ എടുക്കുന്നോ, എവിടെ നിന്ന് എടുക്കുന്നോ അങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കും, അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനത്തെ ഒരു നല്ല ശീലം എൻ്റെ കുട്ടിക്കുണ്ട്. പിന്നെ രസത്തിന് ചതയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവളെ എടുത്തുകൊണ്ട് ഇവള് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇവൾക്ക് ഭയങ്കര നിർബന്ധമാണ് ഒന്നാമത്തെ കാര്യം. ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ തന്നെ എടുക്കണം, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ ഇവൾ അഡ്ജസ്റ്റബിൾ ആണ്. കാരണം ഇവൾക്ക് ഒരു 6 മാസം ആയപ്പോഴേ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇവൾക്ക് ഞാൻ തന്നെ വേണമെന്നില്ല. അവളെ അച്ഛനോ എല്ലാവരും നോക്കുന്ന എല്ലാവരും ഉണ്ട്, അവർ മതി. പക്ഷേ ഞാനുണ്ടെങ്കിൽ ഇവൾക്ക് എന്തോ ഒരു നിർബന്ധ ബുദ്ധിയാണ്. അങ്ങനെ അമ്മ മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടിക്ക്. അങ്ങനെ മാങ്ങയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് അവിടെ ഇരുത്തി കുറച്ച് നേരം. പിന്നെ ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ രസം വയ്ക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവൾ സമ്മതിക്കുന്നില്ല. എല്ലാം കൂടെ ഇങ്ങനെ സെറ്റായി വരണ്ടേ. ഇവൾ ഓക്കെ ആയിരുന്നെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് ആഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ തോരൻ വയ്ക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് തോരനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ രസം വെച്ച് ഇതിനിടയ്ക്ക് ഞാൻ മാറ്റുന്നുണ്ട്. രസം വയ്ക്കുന്ന വീഡിയോ പറഞ്ഞ പോലെ ഞാൻ എടുത്തില്ല. അതൊക്കെ മാറ്റി തോരത്തിന് വേണ്ടിയിട്ട് കടുവൊക്കെ താളിച്ച് ഈ ചോപ്പറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനൊക്കെ എടുത്ത് ആഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വേവണമല്ലോ. അതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി, നമ്മൾ ക്യാരറ്റ് ആകുമ്പോൾ കുറച്ച് വേവ് അധികമുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ എന്തിനും എനിക്ക് ഉപ്പ് കുറച്ച് കൂടിപ്പോവും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് ഇട്ടാലും തോരത്തിനാണെങ്കിലും രസം വയ്ക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും എനിക്കറിയില്ല. ഉപ്പ് എനിക്ക് കുറച്ച് അധികം വേണം. എനിക്കും അധികം വേണം. പക്ഷെ ഞാനിട്ട എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അപ്പോൾ എനിക്കത് നോർമലാണ്. പക്ഷേ ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ അവർക്കത് കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിടാറുള്ളൂ. അപ്പോൾ ഇവൾ മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല. ഇവളെൻ്റെ പുറത്തൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ അത് നല്ല വെന്തതിന് ശേഷം അരപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വച്ചായിരുന്നു. അപ്പം വിറവെടുത്ത് ഒരു സ്റ്റെപ്പ് വന്ന് 3 തവണ എങ്ങാണ്ട് ഏട്ടൻ പോയെന്ന് തോന്നുന്നു പാവം. അങ്ങനെ വിറവൊക്കെ എടുത്തിട്ട് വന്ന് ഇവൾക്ക് ഞാൻ ചോറ് കൊടുക്കുന്ന ടൈമാണ്. ചോറ് കൊടുക്കാൻ ഇനി ഞാൻ എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ പോകണമെങ്കിൽ ചോറ് കൊടുക്കില്ല. ഇവൾക്ക് ഇതുവരെ ഫോണ് ഒന്നും കൊടുത്ത് ശീലിച്ചിട്ടില്ല. ടി വി കാണുമെന്ന് വെച്ചാൽ അവളായിട്ട് കാണുന്നതിന് നമ്മളെ കാണുന്ന കൊടുത്ത് ചിലപ്പോൾ ഇരുന്ന് അങ്ങനെയൊക്കെ കാണുന്നല്ലാതെ അവളായിട്ട് അങ്ങനെ ടി വിയോ ഫോണോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് ഇങ്ങനെ ടെറസിൻ്റെ മണ്ടയിലും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ചോറ് കൊടുക്കണേ. അതൊക്കെ കൊടുത്ത് കഴിച്ചതിന് ശേഷം കുട്ടീനെ ഞാനൊന്ന് ഉറക്കി. കാരണം ഇപ്പോൾ ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവളങ്ങനെ ഭയങ്കര നിർബന്ധമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും കുറച്ച് നേരം കിടന്നു കേട്ടോ. ഏതാണ്ട് ഒരു മണിക്കൂറോളം അവളുടെ അടുത്ത് ഞാൻ കിടന്നു. അപ്പോഴേ ഏട്ടൻ വന്നിട്ടില്ല ചോറ് കഴിക്കാനോ ഒന്നിനും. അങ്ങനെ ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ തൂക്കാനും തുടയ്ക്കാനൊക്കെ അപ്പോഴത്തേക്ക് ഏട്ടൻ വന്ന് കഴിച്ചായിരുന്നു കേട്ടോ. അവൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഏട്ടൻ വന്ന് കഴിച്ചിട്ട് പുറത്തോട്ട് പോയി. പിന്നെ വൈകുന്നേരത്തെ പണിയാണ്. വൈകുന്നേരം ഇത് ഏതാണ്ട് ഒരു 4-5 മണിയൊക്കെ ആവും. 5 മണിയാവുന്ന സമയമൊക്കെയാണ്. അങ്ങനെ തൂത്ത് മീൻസ് അടിച്ച് വാരുക. ഞങ്ങൾ തൂക്കുക എന്നാണ് പറയുന്നത്. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അടിച്ച് വാരുക. അങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം കേട്ടോ ഈ തുടപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇവളൊന്ന് വളർന്നതിന് ശേഷം എനിക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ തുടയ്ക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. കാരണം
അങ്ങനെയാണല്ലോ, കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്കും അറിയാൻ പറ്റും. ഞാൻ തുടയ്ക്കുന്ന സമയത്ത് ഇവളുടെ ആ കുട്ടിക്കാല് കണ്ടാലറിയാം, കുട്ടിക്കാല് കൊണ്ടുവന്ന് അഴുക്കാക്കി. കുട്ടിക്കാലിൽ ഇത്ര അഴുക്ക് എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുറേ നേരം കൊണ്ട് വീട്ടിൻ്റെ അകത്ത് എൻ്റെ കൂടെയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ അഴുക്ക് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ആ ചെറുപാദങ്ങളിലുള്ള അഴുക്ക്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ എൻ്റെ ക്ഷമിച്ചങ്ങനെ നിൽക്കും. പിന്നെ എൻ്റെ നെല്ലിപ്പലക പോവും. പിന്നെ അവൾക്ക് തുടയ്ക്കണം, അവൾക്ക് അടിച്ച് വാരണം. ഇതാണ് അവളുടെ റൊട്ടീൻ എന്ത് ചെയ്താലും. അങ്ങനെ ഞാൻ പിന്നെ ഏട്ടൻ പിന്നെ വന്ന് അവളെ കുളിപ്പിച്ച്, ചേട്ടൻ വീട്ടിൽ ഇരിക്കണതുകൊണ്ട് ചേട്ടൻ തന്നെ കുളിപ്പിച്ച്. ഞാൻ ഈ തുടപ്പും തൂക്കലൊക്കെ ആയി അങ്ങനെ അതിൻ്റെ പിറകെ പോയി. ഏട്ടൻ അവളെ കുളിപ്പിച്ചു. പിന്നെ മുറ്റം തൂക്കാൻ ഇപ്പം ഈ മഴ ആയതുകൊണ്ടാണോയെന്ന് അറിയില്ല, നമുക്ക് മാവ് അവിടെ നിൽക്കുന്ന മാവിലെ ഇലകൾ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ തൂക്കാനൊരു അല്ലാണ്ട് നമുക്ക് അവിടെ ചവർ അങ്ങനെ വരാറില്ല, കാരണം ആ ഭാഗത്തായിട്ട് മരങ്ങളൊന്നുമില്ല, എളുപ്പമാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഈ മാവിൻ്റെ ചെറിയ ചെറിയ ഇലകളാണ്, അതൊക്കെ വീണ് കിടക്കും. പിന്നെ അങ്ങനെ അടിച്ചൊക്കെ വാരി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയെ കുളിപ്പിച്ച് അച്ഛൻ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അവിടെ മിണ്ടാണ്ട് പുറത്തിറങ്ങാതിരിക്കണമെന്ന്. അങ്ങനെ കുട്ടി അങ്ങനെ അനുസരിച്ചിരിക്കുകയാണ്, വെളിയിൽ ഇറങ്ങാതെ. 6 മണിയൊക്കെ ആവും. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ദിവസം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.